പിന്നെ അപ്പുറത്ത് ലാസ്റ്റ് അതി കയറാം. നടക്കണ കാര്യമല്ല പറയടാ. നമ്മൾ ഈ പണ്ടാരത്തിൽ കയറാൻ പോവുകയാണ് ഗൈസ്. താഴെ പോ. ആണോ? ഇതുണ്ടല്ലോ മേക്കപ്പിന്റെ സാധനം. നിന്റെ ഫോട്ടോ യൂട്ടിലിറ്റി ബാഗ്. ഇതെന്ത് സാധനം? ഇതിൻ്റെ ഉള്ളിൽ എന്താണ്? ചില്ലറ പൈസ. അതാണ്. ഇത് പച്ചല്ലടി, ബ്ലാക്കാണ്. നോക്ക്, ഇത് ബ്ലാക്കാ. ഇതേ ബാക്കിലുള്ളത് പച്ച. രണ്ട് നാഗവല്ലിമാരായി. അതെല്ലാവർക്കും അത്യാവശ്യം കയറാനാണല്ലേ. നീ അതിൻ്റെ ഉള്ളിൽ ക്രോപ്പ് ടോപ്പും ഈ ഷർട്ട് അയച്ചിട്ട് നല്ല രസമുണ്ടാവും. ബ്ലാക്കോ അങ്ങനത്തെ എന്തെങ്കിലും വൈറ്റോ ക്രോപ്പ് ടോപ്പ്. മോട്ടിവേഷൻ. നിങ്ങൾക്ക് ആവശ്യത്തേക്ക് ഉള്ളില്ലേ? ആ, അത് കൊള്ളാം. ദൈവമേ, ഞാൻ എന്തായി കാണുന്നത്? ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ പോയ പോലെ ചേട്ടാ. ഞാൻ ആകെ ഇത്രയും ഡ്രസ്സാണ് ഞാൻ കൊണ്ടുവന്നത്. മറ്റേത് കൊണ്ടുവരണമായിരുന്നു. നോക്കാം, അറിയില്ല, നോക്കാം. ഇത് ടൂടെ പക്ഷെ ഇത്ര കംഫർട്ടൊക്കെ അല്ല. ബോഡി കോൺട്രാസ്റ്റ്, പക്ഷെ കളറായിട്ട് സ്റ്റിക്ക്. തള്ളി നോക്കി ഇതുവരെ എടുത്താൽ ഇഷ്ടപ്പെട്ട തോന്നിയൊരു സാധനം പൊട്ടിക്കളഞ്ഞു. ഭയങ്കര ട്രാൻസ്പെറൻറ്റ്. ട്രയൽ റൂമിൽ വന്നിട്ട് അതിങ്ങനെ ഇടാൻ പറ്റുമായിരുന്നു, പക്ഷെ എനിക്കറിയില്ലായിരുന്നു. ഷുഗറിടുന്ന അടുത്തിട്ട് 2 സോക്സ് ഇട്ടിട്ടുണ്ട്.
ഇപ്പൊ എന്താ പ്ലാൻ? ഇപ്പൊ അതെ അങ്ങാട് പോണം. ഇന്ന് ലാസ്റ്റ് മണപ്പുറത്ത് ലാസ്റ്റ് ഡേ. അപ്പൊ ഇന്നൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യാന്നാ പറഞ്ഞറിഞ്ഞേക്കുന്നത്. അറിയത്തില്ല, പോയി നോക്കാം. അതെ, ഞാൻ കുറെ വർഷങ്ങൾക്ക് ശേഷം പോണം. നീ കുറെ നാൾക്ക് ശേഷമാണോ പോണേ? നമ്മള് എന്നെ കൂട്ടാതെ 2-3 മാസത്തിന് മുന്നേ അച്ഛൻ അമ്മയൊക്കെ വണ്ടിക്ക് വന്നിട്ട് പോയി. പറ്റിച്ചിട്ട് കാണുന്നതാണ് മണപ്പുറത്തെ റൈഡും സംഭവം. ചേട്ടാ ഒന്നുകൂടെ ചെയ്യും. എവിടെ പോയി? അതി കയറാം, നല്ല രസമായിരിക്കും. കേറുന്ന ആൾക്കാരുടെ സൗണ്ടാ. ആ തുടക്കത്തിൽ ആ സോസ് ഒഴിച്ച് കഴിയുമ്പോ ടേസ്റ്റ്, താഴേക്ക് പോകുമ്പോ വല്ല ടേസ്റ്റ് ഇല്ലല്ലോ. നെക്സ്റ്റ് നമ്മൾ ഈ പണ്ടാരത്തിൽ കയറാൻ പോവുകയാണ് ഗൈസ്. അല്ല, ഇത് നിർത്തിയിട്ടല്ലേ കയറുന്നേ? ബെസ്റ്റ്. അല്ല, ഞാൻ ഇവിടെ ചെന്നാ നിക്കണ്ടേ? ഒരാൾക്ക് 100 രൂപയാ. ഞാൻ പണ്ടങ്ങാണ്ട് കയറിയതാ, ഒരു എക്സൈറ്റ്മെന്റ്. ഓരോരുത്തരൊക്കെ പേടിച്ചായിരിക്കുന്ന എൻ്റെ അമ്മ. എനിക്ക് ടെൻഷനാണ്. എനിക്ക് ടെൻഷൻ ഒന്നും ഇല്ല, അന്നും ഇല്ലേ. അന്നും എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മേളിൽ നിന്ന് താഴേക്ക് വരുമ്പോ ഒരു താഴേന്ന് എന്തോ പറഞ്ഞു പോകുന്ന പോലെ എന്തോ ഒരു ഇത് തോന്നും. എന്താണ്, പേടിക്കോ ഇല്ലയോ? കഴിഞ്ഞ 20 കൊല്ലമായിട്ട് നിന്നെ ഒരുത്തനെ വിശ്വസിച്ച് ഞാൻ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത്. എനിക്ക് ഹൈറ്റ് പേടിയാ. എനിക്ക് പിന്നെ ഹൈറ്റ് ഒട്ടും പേടിയില്ലല്ലോ. എന്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ള എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരുന്ന ഒരാളാണ്. പറയൂ. വേഫർ കഴിക്കണം എന്ന് ഞാൻ പറഞ്ഞു, അവള് എന്നെ കൊണ്ടുപോയി. പിന്നെന്താ, ഒന്നുകൂടി പറഞ്ഞേ. ഇതില് കയറണം എന്ന് ഞാൻ പറഞ്ഞു. നീ ഛർദിക്കുവോ? ഒരു സേഫ്റ്റിയുടെ പ്രോബ്ലമേ ഉള്ളൂ. ഞങ്ങൾ 2 പേരേ ഉള്ളൂ ഓപ്പോസിറ്റ്. വീഡിയോ എടുക്കാൻ പറ്റുമോ? കുഴപ്പമില്ലല്ലോ. ആർക്കറിയാം. നീയാണ് കയ്യിലോട്ട് പോണേ. അയ്യോ പിടിയോളെ, നിനക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ. എന്നെ കൊണ്ടൊന്ന് പറയിക്കണ്ട. അയ്യോ, താഴേക്കൊരു വ്യൂ കാണിച്ചു കൊടുത്തോ? മുള്ളച്ചുമ്പ കാണിച്ചു. ഞാൻ കാണൂല, എനിക്ക് പേടിയാ. ഞാൻ നിന്നെ കാണിക്കാം.
ഭഗവാനെ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന. ഇങ്ങനെ പ്രാർത്ഥിച്ചോണ്ടിരുന്ന പിന്നെ ചാടേണ്ടി വരൂല. 1 2 പോന്നുമില്ല മനുഷ്യർന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. താഴെ പോ. നിനക്ക് കുഴപ്പമില്ലല്ലോ. എന്റെ പൊന്നോ, ഞാൻ എന്തൊക്കെ ഇനി എടുക്കാൻ പോണെന്ന് എനിക്കറിയാൻ മേലോട്ടോ. ഞാനിപ്പൊ ഏറല്ല നിക്കുന്നേ. എടി സേഫ് ആണോ ഒറ്റക്ക് എങ്ങനെ പിടിക്കുന്നേ? ഏരിയൽ വ്യൂ, ഹെലികോപ്റ്റർ. അല്ല, ഞാനിത് വിളിച്ചപ്പോ ഒരു ഹൈറ്റ് പോയിട്ടുണ്ടല്ലോ നിന്നെ. ഞാൻ എന്നെ കൂടെ ഇറങ്ങി തിരിച്ച് അമ്മ മറ്റേ കുഴി ചാടിക്കുന്ന ഫ്രണ്ട് ഗൈസ്. ഒരാളെ കുഴി ചാടിക്കുന്ന ഫ്രണ്ട് അവളെ ഇപ്പൊ എയർ നിർത്തേക്ക് എത്താൻ. എനിക്ക് ഒന്ന് താഴെ ആൾക്കാരെ കയറ്റിയല്ലേ. നല്ല സ്പീഡിലാവൂല്ലേ നീ? അപ്പൊ ഫോൺ എടുത്ത് വെക്കാം. ഇപ്പോഴാണ് കഥ ആരംഭിക്കുന്നത്. സ്പീഡ് കൂട്ടോ? മൊത്തമായി മയക്കത്തിലാണ് ഗൈസ്. അങ്ങനെ പരിപാടി കഴിഞ്ഞു ഗൈസ്. വലിയ കുഴപ്പമില്ലായിരുന്നല്ലേ? എനിക്ക് വലിയ പേടിച്ചത്ര സീനില്ലായിരുന്നു. ആദ്യം ഒന്ന് കംഫർട്ടബിൾ ആയി പോയി കഴിഞ്ഞാൽ പിന്നെ വലിയ കുഴപ്പമില്ല. പക്ഷെ ഞാൻ വേർത്തു. അത് ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷെ തലവേദനയുണ്ട് എനിക്ക്. തിരിച്ചു പോവാണ് ഗൈസ് ഇനി. അയ്യോ, നല്ല ചൂടാ സാന്തി കയറുമ്പല്ലേ. എന്ത് സാധനം എനിക്ക് മനസ്സിലാവുന്നേ. ഇതിനെ അയ്യോ, ഇതിന് 50 രൂപ. അതിനൂതന സാങ്കേതിക യന്ത്രം ഉപയോഗിച്ച മാലിന്യ അംശങ്ങളില്ലാതെ തികച്ചും നാളെ ഇനി തല പൊങ്ങുമല്ലോ. തയ്യാറാക്കിയിട്ടുള്ള ശുദ്ധമായ കരിമ്പിൻ പാനീയം ഈ സ്ഥാപനത്തിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. വേണ്ടായിരുന്നു. ഇവിടെ ഫുള്ള് മറ്റേ ഓസ്ട്രൈസ്ഡ് ജ്വല്ലറീസിന്റെ മറ്റേ മീഷോയിലൊക്കെ കാണുന്ന പീസുകളൊക്കെ ഭയങ്കര വിലയാ. ഫുള്ള് നോർത്ത് ഇന്ത്യൻസും ഒടുക്കത്തെ റേറ്റ്. പക്ഷെ നല്ല ഭംഗിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ കത്തി റേറ്റ് അല്ലേ. നല്ല പൈസ. ആ സാധനം നമുക്ക് മീഷോന്നൊക്കെ വാങ്ങിക്കാം. എനിക്കങ്ങനെ തോന്നി. ഭയങ്കര പൈസ. അവിടെ നിൽക്കുന്ന ആറ്റിറ്റ്യൂഡ് കണ്ടു കഴിഞ്ഞാൽ ഏതാണ്ട് അല്ലേ. അയ്യേ, 3 പേരുടെ അടുത്തും പോയി അവിടെ ചോദിച്ചു. 3 പേര് ഫ്രണ്ടിൽ തന്നെ ഇപ്പോൾ ഉണ്ട് പല കടയിൽ. പക്ഷെ അതിലൊക്കെ അങ്ങനെ തന്നെ. ഊബർ വരാൻ വെയിറ്റ് ചെയ്യുന്നു. വീട്ടിൽ ചെന്ന് ഇപ്പം ചീത്തയേക്കും. ഞാൻ പല പ്രാവശ്യം പറഞ്ഞു എന്നെ ഒന്ന് കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് ആരും കൊണ്ടുപോയില്ല. അപ്പം ഞാൻ ഇവരുടെ കൂടെ പോകുന്നു. ഇപ്പം സമയം 9 മണിയായി. ഇപ്പൊ ഒരു ഊബറൊക്കെ ഇറങ്ങി അനിയനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അയ്യോ, ഞാൻ പേടിച്ചു പോയി. അതിൻ്റെ അകത്ത് ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഒരു പാമ്പിച്ച് വെക്കണമായിരുന്നു.